ഉറപ്പായിട്ടും അത് കണ്ടിട്ട് ഇതും കാണാം, ഇത് കണ്ടിട്ട് അതും കാണാം, എങ്ങനെ വേണോ ചൂസ് ചെയ്യും. സിനിമ ആസ്വദിക്കുക, സിനിമയെ സപ്പോർട്ട് ചെയ്യുക, സിനിമാക്കാരെ സ്നേഹിക്കുക. താങ്ക്സ്. പ്രേക്ഷകർ കണ്ടീഷൻ പിന്നെ എനിക്കതിനകത്ത് ഏറ്റവും എക്സൈറ്റിംഗ് അല്ല ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മ്യൂസിക് അല്ല പാട്ടുകൾ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര രസമുണ്ട്. 2 പാട്ടുകൾ കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഓവറോൾ ഒരു നല്ല ഫീൽ ഗുഡ് പടം. താങ്ക് യു. പനി രവി എന്നുള്ള കഥാപാത്രത്തിൽ നിന്ന് നേരെ ശരത് കുമാറിൻ്റെ വേറൊരു രീതി നമുക്ക് കാണപ്പെടും. കുഴപ്പമില്ല. ശ്വേതാമേനോൻ്റെ പെർഫോമൻസ് ഫൈറ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഓൾറെഡി പുള്ളിക്കാരത്തെ പോലെ ഒരാളെ വയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ പടത്തിൽ നമ്മളങ്ങനെ ഒരു ക്യാരക്ടർ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എങ്ങനെയുണ്ട് എല്ലാവരുടെയും പെർഫോമൻസ് കാര്യങ്ങളൊക്കെ? ഓക്കെ, ഫൈറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു? ഫൈറ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ശ്വേതാമേനോൻ്റെ ഫൈറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് പടം? നല്ല പടം. ഗ്രാമത്തിൻ്റെ കഥ നന്നായിട്ടുണ്ട്. ഫൈറ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? പടം ഒരു കൊച്ചുപിരി ഒരു വളരെ അധികം ആർട്ടിസ്റ്റുകളൊന്നുമില്ലാതെ ചെറിയൊരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു വിശ്വാസം, അന്ധവിശ്വാസം, അതെല്ലാം കുട്ടികളുടെ ബന്ധങ്ങളും മനുഷ്യബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ഇതെല്ലാം കൂടി വരുന്ന ഒരു ചെറിയ ഫിലിമാണ്. വൺ ടൈം വാച്ചബിൾ. എല്ലാവരും പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഇഷ്ടമായോ? എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഫൈറ്റ് സീനൊക്കെ ഇഷ്ടപ്പെട്ടോ? ശ്വേതാമേനോൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ലാഗൊന്നുമില്ല, നല്ല പെട്ടെന്ന് പടം തീർന്നു. നല്ല ശരത്തേൻ്റെ പെർഫോമൻസ് ഒക്കെ ഇഷ്ടമായോ? എങ്ങനെയുണ്ട് പടം? ഇഷ്ടമായോ? ഓക്കെ, ഫൈറ്റൊക്കെ ഇഷ്ടപ്പെട്ടോ? ശരത്തേൻ പടം ഇഷ്ടമായോ? അച്ഛനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായി? ഇടിയൊക്കെ ഉണ്ട്. അച്ഛനാണ്. അച്ഛൻ്റെ ഫൈറ്റൊക്കെ ഇഷ്ടപ്പെട്ടോ? കണ്ടോ? പടം ഇഷ്ടപ്പെട്ടോ? മിണ്ടൂലേ? ഇഷ്ടപ്പെട്ടോ? എന്താ ഇഷ്ടപ്പെട്ടെ? അച്ഛൻ്റെ ഫൈറ്റൊക്കെ ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണ്. ഇവിടെ പ്രേക്ഷകർ സംഭവം ഇത് ഫാമിലി സർവൈവർ ത്രില്ലർ സ്വഭാവത്തിൽ വരുന്നൊരു സിനിമയാണ്. ഒരു റിയലിസ്റ്റിക് മൂവി അല്ല. ഇതിലൊരു കഥ പറച്ചിൻ്റെ ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ എത്രത്തോളം പുതിയ ജനറേഷനുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഉറപ്പായിട്ടും എനിക്കൊരു വിശ്വാസമുള്ളത്, അല്ലെങ്കിൽ ഞാൻ ഈ സിനിമ ഏറ്റെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് അഭിനയിക്കാനായിട്ട് ഞാൻ ഈ കഥ തിരഞ്ഞെടുക്കുമ്പോൾ എനിക്കൊരു ബോധമുള്ളത് ഉറപ്പായിട്ടും ഫാമിലി ഓഡിയൻസിന് ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ഒരു തുരുത്തും ആ തുരുത്തിൽ നടക്കുന്ന കുറേ കഥകളും കുറേ ആചാരങ്ങളൊക്കെ അടങ്ങിയൊരു സബ്ജക്റ്റാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, കഥകൾ വായിക്കാനും കഥകൾ പറയാനും കഥകൾ കേൾക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ട് ഈ സിനിമ ഇഷ്ടപ്പെടും. ഒരു ഭയങ്കര വലിയ സിനിമയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല, ഒരു ചെറിയ സിനിമയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു അവസരമാണ് ഈ സിനിമ. ഈ ഡയറക്ടറുടെ ഫസ്റ്റ് സിനിമയാണ്. ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിനൊപ്പമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് ഒരു സിനിമ ഡയറക്ഷൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ കുറേ പേരുടെ, ഞാൻ മാത്രമല്ല, ഷേർ ചേച്ചി, ഷബിൻ ചേട്ടൊക്കെ സിനിമയിലുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ടുള്ളൊരു സിനിമയാണ് ഈ സിനിമ. പുതിയ പ്രൊഡക്ഷൻ ഹൗസാണ്, MC മൂവീസ് എന്ന പുതിയ പ്രൊഡക്ഷൻ ഹൗസാണ്. അദ്ദേഹത്തിനും ഒരു സിനിമയും കൂടി ചെയ്തിട്ടില്ല. അദ്ദേഹവും ഞങ്ങളെ വിശ്വസിച്ചാണ് ക്യാഷ് മുടക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ സിനിമയാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു വലിയ സിനിമ എന്ന് പറയുന്നില്ല. പക്ഷേ എന്നാലും ഈ സിനിമ കാണുന്ന എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെടും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇന്നലെ വരെയും ആ സിനിമയുടെ പ്രൊമോഷൻസിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. പല ജില്ലകളിൽ നിന്നും പടം കണ്ടിട്ട് പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. എന്തഭിപ്രായം വന്നാൽ കൂടി ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റിയാണിത്. ആ ക്രിയേറ്റിവിറ്റിയെ ഞങ്ങൾ പൂർണ്ണമായിട്ട് ബഹുമാനിക്കുന്നു. അത് ഞങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ എത്തിക്കാൻ ശ്രമിച്ചു, ഇവിടെ എത്തിച്ചു. പടം വേൾഡ് വൈഡ് റിലീസാണ്. ഭയങ്കര ബിഗ് ബഡ്ജറ്റ് പടമൊന്നുമല്ല, എന്നിട്ട് ഞങ്ങളത് വേൾഡ് വൈഡ് റിലീസ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇപ്പോൾ പടത്തിൻ്റെ ഇന്ന് വെള്ളിയാഴ്ച ദിവസം തിയേറ്ററിൽ നിങ്ങൾ എല്ലാവരും ഓഡിയൻസിനൊപ്പം ആ സിനിമ ഞങ്ങൾക്ക് കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അത് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം. മറ്റൊന്നും അറിയാലോ, ഇത് ഈ ആഴ്ച ഞങ്ങൾക്കൊപ്പം ഞങ്ങളുടെ മറ്റു സിനിമകൾക്കൊപ്പം ഞങ്ങളുടെ സിനിമയും കണ്ട് ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. എല്ലാ വിമർശനങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം തന്നെ കാണും. പ്ലീസ്, ജങ്കാർ ഉറപ്പായിട്ടും തിയേറ്ററിൽ കാണണം.
എന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. സിനിമ കാണണം നിങ്ങൾ, കാരണം ഞങ്ങൾ ഫിലിമിനകത്തുള്ള ആളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനാണ് ഞങ്ങൾ എല്ലാവരും, ഞങ്ങളുടെ ക്രൂ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങളെല്ലാവരും സിനിമ കണ്ടിട്ട് ഞങ്ങളോട് അഭിപ്രായങ്ങൾ പറയുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ എൻകറേജ്മെന്റ് എന്ന് പറയുന്നത്. സോ എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം. താങ്ക് യു. അതെ, ഒരു വെള്ളിയാഴ്ച 2 സിനിമയൊക്കെ റിലീസാവാന്ന് പറയുന്നത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. ആസ് ആൻ ആക്ടർ എല്ലാ ആഴ്ചയും നമ്മളാണ് വർഷത്തിൽ ഒരു പടം കൊണ്ട് ഒന്നുമല്ല, ശരിക്കും. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ രാവിലെ ധീരൻ കണ്ടു, ഇപ്പോൾ ജങ്കാറ് കണ്ടു. രണ്ടിലും 2 വ്യത്യസ്തമായ കഥാപാത്രം ചെയ്യാനുള്ള അവസരം ഉണ്ടായി. അതിൽ സുലു, ഇതിൽ കുട്ടിയമ്മ. അപ്പോൾ അങ്ങനെ, അപ്പോൾ രണ്ടും ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് സിനിമകളാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് 2 സിനിമകളും കാണണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാം. ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇന്നിറങ്ങിയ എല്ലാ സിനിമകൾക്കും പല സ്വഭാവങ്ങളുണ്ട് അല്ലേ? ധീരൻ വേറൊരു മൂടാണ്, നമ്മുടെ സിനിമ വേറൊരു മൂടാണ്. അപ്പം ഉറപ്പായിട്ടും അത് കണ്ടിട്ട് ഇതും കാണാം, ഇത് കണ്ടിട്ട് അതും കാണാം. എങ്ങനെ വേണോ ചോദിക്കുക. സിനിമ ആസ്വദിക്കുക, സിനിമയെ സപ്പോർട്ട് ചെയ്യുക, സിനിമാക്കാരെ സ്നേഹിക്കുക. താങ്ക്സ്. ഇന്ന് ചെങ്കാർ ഇറങ്ങിയേക്കാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണാം. ശരത്ത് പറഞ്ഞ പോലെ തന്നെ ഒരു കഥ പറയുന്ന ഒരു സിനിമയാണ്. നമ്മൾ ഈ പണ്ടൊക്കെ കാണുന്ന ഒരു ഹിസ്റ്ററി കഥയില്ലേ, അതുപോലെ ഒരു തുരുത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. സോ എല്ലാവരും ഇതുപോലുള്ള കഥകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരെല്ലാവരും ചെങ്കാർ സിനിമ വന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യും. പ്രതീക്ഷ ത്രില്ലർ എന്നുള്ള ജേണലിൻ്റെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എല്ലാം ഭംഗിയായിട്ട് വന്നു. എല്ലാ ആർട്ടിസ്റ്റുകളും നന്നായിട്ട് സഹകരിച്ചു. പ്രത്യേകിച്ച് ഇവരല്ല, എല്ലാവരും ഒപ്പമുണ്ട്. ഞങ്ങൾ എൻ്റെ സിനിമയെന്ന് ഞാൻ പറയില്ല, ഇത് ഞങ്ങളുടെ സിനിമ, എൻ്റെ ആർട്ടിസ്റ്റുകളുടെ സിനിമ. ശ്വേതാജി കഥ പറഞ്ഞു, ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള സീക്വൻസുകൾ ഉണ്ടാവും. കഥ ഇഷ്ടപ്പെട്ടു, വന്നു. ഇന്ന് സത്യത്തിൽ നിന്ന് ഇവിടെ ഉണ്ടാവേണ്ടതാണ്. ആൾ സുഖമില്ലാണ്ട് കിടപ്പിലാണ്, അല്ലെങ്കിൽ ഉറപ്പായിട്ടും വന്നു. പിന്നെ പാലക്കാടിൻ്റെ ചൂടിൽ എല്ലാവരും അഭിനയിക്കുന്നതിലുപരി കഷ്ടപ്പെട്ട് അഭിനയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ എൻ്റെ റിസൾട്ട് ഉണ്ടായി. സന്തോഷം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്തായാലും അടിപൊളി. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ ഈ കൊച്ചു പടത്തിന് മുട്ടരാജ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ആയിട്ടുള്ളത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ശ്രമിക്കേണ്ടി ഒരു 3-4 പ്രാവശ്യം മുട്ട അടിക്കേണ്ടിയൊക്കെ വന്നു. പക്ഷെ എന്തായാലും അത് റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാൻ എന്തായാലും സന്തോഷം. പേര് ജങ്കാർ സിനിമ. നമ്മുടെ അപ്പാനി ശരത്തും പിന്നെ ശബരീഷ്, ശ്വേത, രേണു സൗന്ദർ താരങ്ങളൊക്കെ ഇഷ്ടംമാരുണ്ട്. ഇതൊരു പെക്യൂലിയർ കഥയാണ്. നമ്മൾ ഈ സാധാരണ എപ്പോഴും വന്ന് കണ്ട് മറയുന്ന അല്ലെങ്കിൽ ത്രില്ലർ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ത്രില്ലിങ് അങ്ങനെയല്ല. ഇതൊരു തുരുത്ത്, അതിൽ പെടുന്ന കുറേ ആൾക്കാർ, അവർക്കൊരു കഥ, അവിടെ ഒരു നമുക്കൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളുള്ളൊരു കഥ. അത് വളരെ ഭംഗിയായി, ആ ചെറിയ കഥ എടുത്തത് വളരെ ഭംഗിയായി കൊണ്ടുപോയിട്ടുണ്ട്. അതിലുള്ള ആക്ടേഴ്സ്, പിന്നെ അപ്പാനെയൊക്കെ അറിയാമല്ലോ, കൊടുക്കുന്ന ഏത് ക്യാരക്ടറും നന്നായി ചെയ്യും. പിന്നെ ശ്വേത ഗംഭീരമായിട്ടുള്ള ഫൈറ്റൊക്കെ നല്ല രസമുണ്ട്. അതെ, ശ്വേത ഇങ്ങനെ ഒരു ഫൈറ്റ് സീനിലൊക്കെ വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ശബരീഷ് ആസ് യൂഷ്വൽ രസമായിട്ടുണ്ട്. ഗംഭീര എന്താന്ന് പറയാലേ, സസ്പെൻസ് എന്നെനിക്ക് തോന്നിയിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വരുന്ന എല്ലാ സിനിമകളും എന്നെ സംബന്ധിച്ച് വലിയ സിനിമകൾ തന്നെയാണ്. എന്നെ തേടി വരുന്ന അവസരങ്ങൾക്ക് മാത്രമേ എനിക്ക് കൈ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നെ തേടി വരുന്ന അവസരങ്ങളെ ഞാൻ ഒരു കാരണവശാലും അങ്ങനെ പുറംതിരിഞ്ഞ് കളയാറില്ല. എനിക്ക് അവസരങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പാനി രവി പോലെയും ആട്ടോ ശങ്കർ പോലെയുള്ള വേഷങ്ങൾ വന്നാൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യൂല എന്നല്ല, ചെയ്തേ പറ്റൂ എന്ന് കരുതി എനിക്ക് വരുന്ന വേഷങ്ങൾ ഒരു ചെറുതോ വലുതോ എന്ന് വെച്ച് എനിക്ക് ചെയ്യാതിരിക്കാനും പറ്റില്ല. ട്രൈ ചെയ്തുകൊണ്ടിരിക്കും ബ്രോ. ഇത് അങ്ങനെയാണ്, ഇതിൻ്റെ ട്രാവലിംഗ് അങ്ങനെയാണ്. ഇപ്പോൾ കുറേ 10 സിനിമ ചെയ്യുമ്പോഴായിരിക്കും ഒരു സിനിമ ഹിറ്റ് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ടൈം വരെ കാത്തിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഞാൻ എൻ്റെ പൂർണ്ണ ഒരു ഔട്ട് പൂർണ്ണമായിട്ട് ഞാൻ നൽകും. അത്രയുള്ളൂ.